ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തീയ വന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കുന്നു. ഭജൻ സംഹിത 23 आज हमने पढ़े. സങ്കീർത്തനങ്ങൾ 23 നാം ഇന്ന് വായിക്കുകയുണ്ടായി. यहोवा मेरा चरवाहा है. യഹോവ എൻ്റെ ഇടയനാകുന്നു. हम लोग साथ ही साथ आई एम सेइंग्स ऑफ जीसस, यीशु मसीह ने मैं हूं करके घोषित किए बातों को भी मनन करेंगे. ഇതിനോടൊപ്പം യേശു ക്രിസ്തു ഞാനാകുന്നു എന്ന് പറഞ്ഞ കാര്യവും കൂടെ ഒരുമിച്ച് ചിന്തിച്ചു പോകുവാനായിട്ട് താല്പര്യപ്പെടുന്നു. उसकी कुछ बातें हमने पिछले हफ्ता सीखे थे. അതിന്റെ ചില കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നാം ചിന്തിക്കുകയുണ്ടായി. पुराने नियम में उस वचन का पृष्ठभूमि के बारे में हमने देखा. പഴയ നിയമത്തിൽ ആ ദൈവവചനത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് നാം ചിന്തിക്കുകയുണ്ടായി. विशेषकर पुराने नियम में परमेश्वर अपने आप को मैं हूं करके प्रकट किया है. പ്രത്യേകാൽ പഴയ നിയമത്തിൽ ദൈവം തന്നെ ഞാൻ ആകുന്നു എന്ന് പ്രകടിപ്പിച്ചിരിക്കുന്നു. वो नाम सर्वप्रथम मूसा को प्रकट किया. हमने निर्गमन 3 का 14वीं वचन से सीखे हैं. പുറപ്പാട് 3:14 കൂടെ ആ പേര് ആദ്യമായി മോശയ്ക്ക് വെളിപ്പെടുത്തിയതായി നാം വായിക്കുകയുണ്ടായി. उसमें से हमने देखा कि यीशु मसीह भी जब मैं हूं करके बोला, पुराना नियम का उस महान परमेश्वर के साथ अपने आप को तुलना किया है. അതിനോടൊപ്പം തന്നെ യേശു ക്രിസ്തുവും പുതിയ നിയമത്തിൽ ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ പഴയ നിയമത്തിൽ ഞാനാകുന്നു എന്ന് പറഞ്ഞ പിതാവായ ദൈവത്തോട് തുലനം ചെയ്ത് സംസാരിക്കുന്നു. मैं हूं मतलब it reveals the self existence of our God. परमेश्वर स्वयं स्थित है, उस बात को प्रकट करता है. ദൈവം സ്വയമായി സ്ഥിതി ചെയ്യുന്നവനാണ് എന്നുള്ള കാര്യത്തെ വെളിപ്പെടുത്തുന്നു ഞാനാകുന്നു എന്നത്. उसका मतलब परमेश्वर की अस्तित्व के लिए किसी भी बाहरी बातें जरूरी नहीं है. ദൈവത്തിന്റെ നിലനിൽപ്പിന് വെളിയിലുള്ള യാതൊരു കാര്യങ്ങളുടെയും ആവശ്യം ഇല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. प्राणवायु की आवश्यकता नहीं है. ശ്വാസത്തിന്റെ ആവശ്യമില്ല. जहां ऑक्सीजन नहीं वहां पर भी परमेश्वर उपस्थित रह सकता है. ഓക്സിജൻ ഇല്ലാത്തിടത്തും ദൈവം ഉപസ്ഥിതനാണ്. परमेश्वर को रहने के लिए कोई जगह की नहीं, जरूरत नहीं. ദൈവത്തിന് താമസിക്കുവാൻ ഒരു സ്ഥലത്തിന്റെ ആവശ്യമില്ല. इसीलिए बिना स्वर्ग के समय भी परमेश्वर अस्तित्व में रहा. അതുകൊണ്ട് സ്വർഗമില്ലാതിരുന്ന സമയത്തും ദൈവം ഉണ്ടായിരുന്നു. तो इस प्रकार किसी भी बाहरी चीजें हमारी परमेश्वर की अस्तित्व के लिए जरूरी नहीं है. അങ്ങനെ വെളിയിലുള്ള യാതൊരു വിധമായ കാര്യങ്ങളും നമ്മുടെ ദൈവത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമില്ല. Without any help from something external, God can still be existent. बाहर की किसी वस्तु की सहारा के बिना हमारे परमेश्वर उपस्थित है. വെളിയിലുള്ള യാതൊരു വസ്തുതകളുടെയും സഹായം ഇല്ലാതെ തന്നെ നമ്മുടെ ദൈവം നിലനിൽക്കുന്ന ദൈവമാണ്. Praise God. वो है हम पिछले दिनों में सीखे थे. और यीशु मसीह जब मैं हूं करके घोषित किया तो मसीह ने भी यही कहा है कि मुझे मेरे अस्तित्व के लिए किसी वस्तु की आवश्यकता नहीं. मैं पुराना नियम की महान मैं हूं कहा गया परमेश्वर के समान हूं. അത് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത്. യേശു ക്രിസ്തുവും അത് തന്നെ പറയുന്നു. പഴയ നിയമത്തിലെ ഞാനാകുന്നു എന്നുള്ളവൻ തന്നെയാണ് യേശു ക്രിസ്തുവായ ഞാൻ എന്നുള്ളത്. आज हम कुछ आगे बढ़ेंगे. ഇന്ന് നാം കുറച്ച് മുമ്പോട്ട് പോകാം. शायद आप सोचेंगे कि इससे भजन 23 को क्या मतलब है ना. 23-ാം സങ്കീർത്തനം ഇതുമായി എന്ത് സംബന്ധമാണ് ഉണ്ടത് എന്ന് നാം ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. जैसे मैंने कहा भजन 23 भजनों की रानी कहलाती है. സങ്കീർത്തനം 23 സങ്കീർത്തനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നു. उसका बहुत कारण है. അതിന്റെ കാരണങ്ങൾ ഒത്തിരിയുണ്ട്. उसकी एक विवरण के लिए मैं नहीं चाहूंगा. അത് വിവരിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. उसके लिए कम से कम 3 साल की संडेज चाहिए हमको. അതിന് 3 വർഷത്തെ ഞായറാഴ്ചയുടെ ആവശ്യമുണ്ട്. फिर 3 लोगों के लिए वो रिपीटिशन भी हो जाएगा ना. 3 പേർക്ക് അതൊരു പക്ഷേ ആവർത്തനമായിരിക്കും.
CST चर्च में हम लोग जब थे तो 2 साल मनन किए थे, तो उसकी कुछ पदों को ही मनन कर पाए थे, तो बाकी कम से कम 1 साल और के लिए था, तो वो किसी कारण से एक ही दिन में खत्म करके हमने उसको निपटा दिया था. CST ചർച്ചിലായിരിക്കുമ്പോൾ 2 വർഷം തുടർച്ചയായി 23-ാം സങ്കീർത്തനം ചിന്തിക്കുകയുണ്ടായി. ബാക്കിയുള്ള ഭാഗങ്ങൾ ചില കാരണത്താൽ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് നിർത്തേണ്ടതായി വന്നു. तो उस समय में बेंसी, अबिता, जोशी हमारे साथ में थे. ആ സമയത്ത് ബെൻസി, അബിത, ജോസി ഇവരെല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. याद तो नहीं होंगे शायद ना, है नोट्स भी हैं. गुड. बेंसी, जोशी, ठीक है. हाँ, इसीलिए भजन संहिता 23 का ऐसा एक मनन के लिए मैं नहीं चाहूंगा. അതുകൊണ്ട് 23-ാം സങ്കീർത്തനം വിചിന്തനം ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. लेकिन कुछ बातें हमारे इस विषय के साथ मैं जोड़ूंगा. ചില കാര്യങ്ങൾ നമ്മുടെ ഈ വിഷയത്തോടനുബന്ധിച്ച് ഞാൻ ചേർക്കുവാൻ താല്പര്യപ്പെടുന്നു. जो भी है, दाऊद अपने व्यक्तिगत अनुभव से परमेश्वर को अपना चरवाहा माना है. ദാവീദ് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിനെ തൻ്റെ ഇടയനായിട്ട് കാണുകയുണ്ടായി. परमेश्वर और अपने लोगों की बीच की रिश्ता चरवाहा और भेड़ की रिश्ता में है. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം എന്നത് ഇടയനും ആടും തമ്മിലുള്ള ബന്ധമാണ്. हम लोग परमेश्वर के भेड़े हैं. നാം കർത്താവിൻ്റെ ആടുകളാണ്. यहां तक बकरे भी नहीं हैं, भेड़े हैं. കോലാടുകളുമല്ല, ചെമ്മരിയാടുകളാണ്. നോട്ട് ഗോഡ്സ് ബട്ട് ഷീപ്പ്. കോലാടല്ല, ചെമ്മരിയാട്. कारण क्या है? കാരണം एक भेड़ की सुरक्षा पूरा पूरा चरवाहे पर निर्भर है. ഒരു ആടിന്റെ സുരക്ഷ എന്നത് ഇടയന്റെ മേലിലാണ് മൊത്തമായിട്ടുള്ളത്. Security of a sheep is depending on the shepherd. हमारे या हम भेड़ बनकर हमारा बल हमारे ताकत पर नहीं है, परंतु चरवाहे की ताकत पर है. നാം ആയിരിക്കുമ്പോൾ നമ്മുടെ സ്വയമുള്ള ബലത്തിലല്ല നമ്മുടെ സുരക്ഷ, നമ്മുടെ ഇടയന്റെ ബലത്തിലാണ് നമ്മുടെ സുരക്ഷ. सो हमारी सुरक्षा भी, हमारे बल भी चरवाहा है. നമ്മുടെ സുരക്ഷയും നമ്മുടെ ബലവും നമ്മുടെ ഇടയനാണ്. और हम स्वयं होकर चारा नहीं ढूंढ सकते. നാം സ്വയമായി നമുക്ക് വേണ്ടി ഭക്ഷണം സ്വരൂപിക്കുവാൻ കഴിയില്ല. वो भी चरवाहे की अगुवाई पर, चराई पर निर्भर है. അതും ഇടയൻ മേയ്ക്കുന്നതനുസരിച്ചാണ് നമുക്ക് ലഭിക്കുന്നത്. तो उस प्रकार कई बातें हैं. तो परमेश्वर का धन्यवाद हो कि हम परमेश्वर के भेड़े हैं. അങ്ങനെയുള്ള അനവധി കാര്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു, നാം ദൈവത്തിന്റെ ആടുകളായിരിക്കുക. परमेश्वर की भेड़े ही हम बने रहे. ദൈവത്തിന്റെ ആടുകളായി തന്നെ നാം ആയിരിക്കുക. तो कौन है हमारे चरवाहा? ആരാണ് നമ്മുടെ ഇടയൻ? कौन है? जल्दी बोलो. ऐसे लिखा है. कौन है? यहोवा है. ആരാണ് നമ്മുടെ ഇടയൻ? യഹോവ. तो यहोवा का उस नाम का विशेषताएं हम पिछले हफ्ता कुछ बातें देखे थे. ആ യഹോവ എന്ന പേരിന്റെ വിശേഷണങ്ങളാണ് നാം കുറച്ച് ആഴ്ചകളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. पुराने नियम में परमेश्वर का कुछ विशेष नाम को हम देखेंगे. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ കർത്താവിന്റെ ചില പ്രത്യേക പേരുകൾ നമുക്ക് കാണാം. मुख्य कुछ नाम, उसमें पहला है एलोहीम. പ്രധാനമായ കുറച്ച് പേര്, അതിലെ ആദ്യത്തേതാണ് എലോഹീം. एलोहीम का मतलब है गॉड. എലോഹീമിന്റെ അർത്ഥമാണ് ദൈവം. एल एक वचन है, एलोहीम बहुवचन है. ഏൽ എന്നത് ഏകവചനവും എലോഹീം എന്നത് ബഹുവചനവുമാണ്. बाइबल में परमेश्वर के लिए ये दोनों शब्द दिया है. ബൈബിളിൽ ദൈവത്തിനു വേണ്ടി ഈ രണ്ട് ശബ്ദങ്ങളും കൊടുത്തിട്ടുണ്ട്. एल एलोहीम ഏൽ എലോഹീം मतलब हमारे परमेश्वर का एकत्व भी और बहुत्व भी
उसमें है परमेश्वर की यूनिटी एंड प्लूरालिटी बोथ आर एविडेंट इन दिस नेम एल एलोहीम. ദൈവത്തിന്റെ ഏകത്വവും ബഹുത്വവും ആ ഏൽ എലോഹീം എന്ന ഒരു വാക്കിൽ അടങ്ങിയിരിക്കുന്നു. कितने परमेश्वर हैं हमें? എത്ര ദൈവമാണ് നമുക്കുള്ളത്? एक ही परमेश्वर है. ഒരേ ഒരു ദൈവം. उस परमेश्वरत्व में कितने व्यक्तियां हैं? ആ ദൈവത്വത്തിൽ എത്ര വ്യക്തികളുണ്ട്? 3. 3. यह है एल एलोहीम का मतलब. ഇതാണ് ഏൽ എലോഹീം എന്ന വാക്കിന്റെ അർത്ഥം. हम विश्वास करते हैं सनातन एकमात्र परमेश्वर पर, जो सनातन से पिता पुत्र पवित्र आत्मा के नाम से 3 व्यक्तियों में अस्तित्व में है. സനാതനനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ഏക വ്യക്തിയെയാണ് നാം അറിയുന്നത്. दूसरा नाम है अडोनाई. രണ്ടാമത്തെ പേരാണ് അഡോണായി. ADONAI. ADONAI. माफ करे, आज प्रोजेक्टर भूल गए, नहीं तो समय और बचा सकते थे. अडोनाई मतलब लॉर्ड या प्रभु, नाथन. അഡോണായി എന്ന വാക്കിന്റെ അർത്ഥം കർത്താവ്, या स्वामी, സ്വാമി, यजमानन. യജമാനൻ എന്ന്. ठीक है. तीसरा एक नाम है മൂന്നാമത്തെ പേര് यहोवा, യഹോവ, याहुवे. യാഹ്വേ. उसका भी अर्थ प्रभु करके हो सकता है. അതിന്റെയും അർത്ഥം കർത്താവ് എന്ന് പറയാം. उसमें सबसे ज्यादा पुराने नियम में इस्तेमाल हुआ नाम है याहुवे या यहोवा. പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് യഹോവ, യാഹ്വേ, നാമം. करीब 7000 बार यहोवा नाम पुराने नियम में है. 7000 പ്രാവശ്യം യഹോവ എന്ന നാമം പഴയ നിയമത്തിൽ കാണുന്നു. उतना पॉपुलर, उतना विशाल रूप से उस नाम का इस्तेमाल पुराने नियम में परमेश्वर के लिए इस्तेमाल हुआ. അത്രയും വിശാലമായും പ്രസിദ്ധമായും പഴയ നിയമത്തിൽ നാമം എഴുതിയിരിക്കുന്നു. वो यहोवा या याहुवे ही हम जानते हैं कि आई आम, मैं हूं है. ആ യഹോവയാണ് ഞാൻ ആകുന്നു എന്നുള്ളത്. अंग्रेजी में उसको बोले तो याहुवे, जहोवा, ये दोनों नाम इस्तेमाल हो सकता है. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ യാഹുവേ അല്ലെങ്കിൽ യഹോവ, ഇത് രണ്ടു പേരും ഉപയോഗിക്കാം. पिछले हफ्ते जैसे मैंने बोला YHWH, JHWH, ये दोनों रीति में उसका स्पेलिंग हो सकता है. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ YHWH, JHWH ഈ രണ്ടും നമുക്ക് ഉപയോഗിക്കാം. और उसी का एक अनुवाद है LORD, कैपिटल में लॉर्ड. അതിന്റെ ഒരു പരിഭാഷയാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വലിയ അക്ഷരത്തിൽ LORD എന്നുള്ളത്. पहले भी मैं आपको बता चुका हूं, लॉर्ड का L अगर छोटा है तो संसार के प्रभुओं के लिए है. ഞാൻ നേരത്തെയും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ലോഡ് എന്ന വാക്കിന്റെ എല്ല് ചെറുതാണെങ്കിൽ ഈ ലോകത്തിന്റെ ദൈവത്തെ കുറിക്കുന്നത്. L अकेला कैपिटल है तो प्रभु करके है. എൽ മാത്രം വലിയ അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നുവെങ്കിൽ അത് കർത്താവിനെ കുറിക്കുന്നു. LORD पूरा ही अगर कैपिटल में है, मतलब है कि परमेश्वर यहोवा. LORD ഇത് നാലും വലിയ അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നുവെങ്കിൽ യഹോവയെ കുറിക്കുന്നു. उसका एक शॉर्ट फॉर्म है याह. അതിന്റെ ഒരു ചെറിയ രൂപമാണ് യാഹ് എന്നത്. भजन 68 का 4 में लिखा है याह. സങ്കീർത്തനങ്ങൾ 68ന്റെ 4-ാം വാക്യത്തിൽ യാഹ് എന്ന് എഴുതിയിരിക്കുന്നു. उसका नाम याह है. അവന്റെ പേര് യാഹ് എന്നാകുന്നു. इसलिए हम याह नाम भी यहोवा के लिए इस्तेमाल कर सकते हैं. അതുകൊണ്ട് യഹോവ എന്ന പേരിന് നമുക്ക് യാഹ് എന്ന പേരും ഉപയോഗിക്കാം. और इस याह या यहोवा, आया मैं हूं
उसका मतलब उसका जो जो वर्ब है टू बी, जो उपस्थित रहने वाला करके है. ഇതിന്റെ അർത്ഥം ഉപസ്ഥിതനായിരിക്കുന്ന, പ്രസന്റ് ആയിരിക്കുന്നവൻ എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. सो ये जो यहोवा नाम है वर्तमान काल का क्रिया से जुड़ा है. इट इज so much related with or made up of present tense verb. ഇത് യാഹ് എന്ന പേര് വർത്തമാന കാലത്തിലെ കാര്യത്തെ വളരെയധികം യോജിച്ചുകൊണ്ട് സംസാരിക്കുന്നു. To be. और इसीलिए हम यहोवा नाम अयाम का मतलब ये कर सकते हैं आई वास, मैं था. അതുകൊണ്ട് നമുക്ക് യഹോവ എന്ന പേരിനെ ഞാൻ ഉണ്ടായിരുന്നു, आई आम, मैं हूं, ഞാനുണ്ട്, I shall always continue to be, मैं हमेशा बना रहूंगा, उस तरह समझ सकते हैं. ഞാൻ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും എന്നിങ്ങനെ നമുക്ക് പറയാം. त्रिकाल में परमेश्वर उपस्थित है. മൂന്ന് കാലങ്ങളിലും ഉപസ്ഥിതനായിരിക്കുന്ന ദൈവം. मैं था, ഞാൻ ഉണ്ടായിരുന്നു, मैं हूं, ഞാനുണ്ട്, और मैं हमेशा हमेशा बना ही रहूंगा. ഞാൻ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. कुछ याद आ रहा है? എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? प्रकाशित वाक्य में परमेश्वर का प्रकाशन सबसे पहले हमें कैसे मिलता है? വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് ആദ്യമായിട്ട് എങ്ങനെയാണ് കിട്ടുന്നത്? 1:4. 1:4. उसकी ओर से जो है, जो था और जो आने वाला है, मतलब बना रहने वाला है. ഇതിന്റെ അർത്ഥം എപ്പോഴും ഉണ്ടായിരിക്കുന്ന ദൈവം. वो है आई आम, मैं हूं का मतलब. അതാണ് ഞാൻ ആകുന്നു എന്നുള്ളതിന്റെ അർത്ഥം. उसका दूसरा एक अर्थ इस प्रकार बोल सकते हैं कि आई आम बिकॉज आई आम, मैं हूं इसीलिए मैं हूं. അതിന്റെ വേറൊരർത്ഥം നമുക്ക് ഇങ്ങനെ പറയാം, ഞാൻ ആകുന്നു അതുകൊണ്ട് ഞാൻ ആകുന്നു. I will be that I will be, मैं जो हूंगा वो ही रहूंगा. ഞാൻ ആരായിരുന്നുവോ അത് തന്നെ ഞാൻ ആയിരിക്കും. तो किसी भी समय में हमारे परमेश्वर में कोई फेरबदल नहीं है. ഒരു കാലത്തിലും നമ്മുടെ കർത്താവിന് യാതൊരു ഭാവഭേദങ്ങളും ഉണ്ടാകുന്നില്ല. इसीलिए यहोवा या मैं हूं का और एक मतलब सुनिएगा. അതുകൊണ്ട് യഹോവ അല്ലെങ്കിൽ ഞാൻ ആകുന്നു എന്നുള്ളതിന്റെ വേറൊരു അർത്ഥം നമുക്ക് നോക്കാം. वो हमारे व्यक्तिगत जीवन के साथ बहुत ताल्लुक रखता है. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെയധികം യോജിക്കുന്ന ഒരു വാക്കാണ്. That is, I will be all that is necessary as the occasion will arise. एक और बार मैं बोलता हूं, I will be all that is necessary as the occasion will arise. मतलब जैसे अवसर या जरूरत बनता है, उस अवसर के अनुसार जो मुझे बनना है मैं वो ही बना रहूंगा. നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ഞാൻ എന്താണോ ആകേണ്ടത് അത് ആയിരിക്കുന്ന ദൈവം. समझ में है? समझ में आ रहा है? साथ में है सब लोग, है ना? क्या है अयाम का मतलब? ഞാൻ ആകുന്നു എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? I will be that is necessary, that all that is necessary. मैं जो कुछ भी बनना चाहिए मैं वो सब कुछ हूं. ഞാൻ എന്തൊക്കെ ആകണമോ ഞാൻ അതെല്ലാമാണ്. हमारी जिंदगी का वक्त निर्धारित करता है परमेश्वर हमारे लिए क्या होना चाहिए. നമ്മുടെ ജീവിതത്തിലെ ഓരോ സമയങ്ങൾ അനുസരിച്ച് ദൈവം നമുക്ക് വേണ്ടി അതായിത്തീരുന്നു. समझ में आ रहा ना? अगर इसीलिए कुछ भक्त लोग कहते हुए शायद आपने सुने होंगे, അതുകൊണ്ട് ചില ഭക്തന്മാർ പറഞ്ഞതായി നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും, जब मैं निर्बल हूं ഞാൻ वो हमारे നിർബലനായിരിക്കുമ്പോൾ लिए बल है.
ഞാൻ നിർബലനായിരിക്കുമ്പോൾ അവൻ എനിക്ക് ബലമാണ്. जब मैं निर्बुद्धि हूं वो मेरे लिए ज्ञान है. ഞാൻ ബുദ്ധിയില്ലാത്തവനായിരിക്കുമ്പോൾ അവൻ എനിക്ക് ജ്ഞാനമാണ്. जब मैं अकेला हूं वो मेरा साथी है. ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവൻ എൻ്റെ കൂട്ടുകാരനാണ്. जब मैं बीमार हूं वो मेरे लिए शिफा है. ഞാൻ സുഖമില്ലാത്തവനായി രോഗിയായിരിക്കുമ്പോൾ അവൻ എൻ്റെ സൗഖ്യമാണ്. समझ में आ रहा? മനസ്സിലായല്ലോ? कोई खुशी है उसकी? नहीं ना? मैंने हालेलुया बोलने के लिए थोड़ी बोला. परमेश्वर क्या है? मैं हूं का मतलब क्या है? ഞാനാകുന്നു എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? परमेश्वर हमसे कह रहा है, जब यीशु मसीह ने बोला मैं हूं, तो मसीह हमें यह बताने के लिए चाह रहा था कि I will remain with you what your circumstances demand for me to be. जो मुझे तुम्हारे लिए बनना है, तुम्हारे जीवन की वक्त के अनुसार, जरूरत के अनुसार मैं तुम्हारे लिए वो ही बना रहूंगा. ഞാനാകുന്നു എന്നുള്ളതിന്റെ അർത്ഥം ഇതാണ്, സമയം അനുസരിച്ച് ഞാൻ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ ആയിത്തീരേണ്ടത് അത് ആയിത്തീരുന്നു. समझ में आ रहा? किसी किसी समय में हमको बल की आवश्यकता है. ചില സമയങ്ങളിൽ നമുക്ക് ബലത്തിന്റെ ആവശ്യം വരും. कभी कभी हमें गाइडेंस, हमें अगुवाई की जरूरत है. ചിലപ്പോൾ നമുക്ക് വഴി കാട്ടേണ്ട ആവശ്യം വരും. कभी हमें सुरक्षा की आवश्यकता है. ചിലപ്പോൾ നമുക്ക് സുരക്ഷ ആവശ്യമായി വരും. इस तरह जो भी आपकी जिंदगी की आवश्यकता है, परमेश्वर आपके लिए वो है. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ആവശ്യങ്ങളായിരുന്നാലും ദൈവം നമുക്ക് വേണ്ടി അതാണ്. समझ में आ रहा? മനസ്സിലായല്ലോ? समझ में आ रहा? पढ़ने वाले बच्चों, अगर आपको परमेश्वर बुद्धि बनना है, स्मरण शक्ति बनना है, परमेश्वर मैं हूं आपके लिए वो ही है. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ബുദ്ധി ആകണമെങ്കിൽ ദൈവം പറയുന്നു, നിങ്ങൾക്ക് അബുദ്ധി വേണ്ടുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ബുദ്ധിയായി തീരുന്നു. अगर हमें सांत्वना की आवश्यकता है, हमारे परमेश्वर हमारे लिए कंफर्ट एज वेल एज कंफर्टर, हमें सांत्वना भी है, सांत्वना देने वाला भी है. നമുക്ക് സാന്ത്വനം വേണ്ടുന്ന സമയത്ത് നമുക്ക് സാന്ത്വനം തരുന്നവനും സാന്ത്വനവുമായി കർത്താവ് മാറുന്നു. पाप की बड़ा प्रभाव हमारे ऊपर आए, उस समय ये परमेश्वर हमारे लिए पाप के ऊपर विजय बनकर साथ रहेंगे. പാപത്തിന്റെ വലിയ ശക്തി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ പാപത്തിന്റെ മേൽ ജയം എടുക്കുന്നവനായി ദൈവം നമ്മോട് കൂടെയുണ്ട്. पाप में जब हम लिप्त हो जाएं, तब हमारे उद्धार और उद्धारकर्ता होकर वो हमारे लिए प्रकट होगा. പാപത്തിൽ നാം മുഴുകിയിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി രക്ഷയും രക്ഷകനുമായി അവൻ നമ്മുടെ അടുത്തേക്ക് വരും. वो हमारे फॉरगिवनेस भी है, फॉरगिवर भी है, क्षमा करने वाला भी है, क्षमा भी है. അവൻ നമ്മളോട് ക്ഷമിക്കുന്നവനും ക്ഷമയുമാണ്. समझ में आ रहा? आई आम, मैं हूं. ഞാനാകുന്നു. क्या है? എന്താണ്? हमारे लिए जो बनना है, परमेश्वर वक्त की जरूरत के अनुसार वो है हमारे लिए. നമ്മുടെ ജീവിതത്തിലെ സമയത്തിന്റെ ആവശ്യമനുസരിച്ച് ദൈവം നമുക്ക് വേണ്ടി അതായിത്തീരുന്നു. प्रेज गॉड. वो है पुराने नियम में जब आई आम या याहुवे करके कहेंगे तो उसका मतलब, പഴയ നിയമത്തിൽ ഞാനാകുന്നു അല്ലെങ്കിൽ യാഹ്വേ എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. प्रेज गॉड. दैट इज he is the self existent, he is the self subsisting, ever being one. परमेश्वर സെൽഫ് എക്സിസ്റ്റന്റ് है, സ്വയം സ്ഥിതനാണ്, സ്വയം പര്യാപ്തനാണ്. സ്വയം പര്യാപ്തനും സ്വയം സ്ഥിതനുമായ ദൈവമാണ് ഞാനാകുന്നു എന്ന ദൈവം. या परमेश्वर स्वयं स्थित है और स्वयं पर्याप्त है. ദൈവം സ്വയം സ്ഥിതനും സ്വയം പര്യാപ്തനുമാണ്. जैसे मैंने शुरुआत में बोला, हमारे परमेश्वर के अस्तित्व के लिए किसी बाहरी चीजों की आवश्यकता नहीं है. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ദൈവത്തിന്റെ നിലനിൽപ്പിന് പുറത്തുള്ള യാതൊന്നിന്റെയും ആവശ്യമില്ല. Praise God. He is self sufficient. അവൻ അവനിൽ തന്നെ പൂർണ്ണനാണ്. पिछले हफ्ता मैंने बोला था, हमारे स्तुति आराधना का तक उसे कोई जरूरत
नहीं है. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ സ്തുതിയുടെയും ആരാധനയുടെയും പോലും ആവശ്യം ദൈവത്തിനില്ല. क्योंकि ये कुछ नहीं था तब भी परमेश्वर विद्यमान था. എന്തുകൊണ്ടെന്നാൽ ഇതൊന്നുമില്ലാതിരുന്ന സമയത്തും ദൈവമുണ്ടായിരുന്നു. Praise God. ആമേൻ. तो परमेश्वर सब कुछ का कारण है, लेकिन कुछ भी परमेश्वर का उत्पत्ति का कारण नहीं है. എല്ലാം ഉണ്ടായതിന് കാരണം ദൈവമാണെങ്കിലും ദൈവം ഉണ്ടായതിന് കാരണമായി മറ്റ് യാതൊന്നുമില്ല. Praise God. That means all that he is, he doesn't owe anything to anyone. परमेश्वर जो भी है उसके लिए परमेश्वर को किसी से कोई कर्जदारी नहीं है. ദൈവം ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് ദൈവം മറ്റുള്ള ആരുടെയും കയ്യിൽ നിന്ന് കടമെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കടപ്പാടുകളില്ല ദൈവത്തിന്. परमेश्वर को किसी से भी कोई अकाउंटेबिलिटी नहीं है. ദൈവത്തിന് ആർക്കും കണക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. वही हम लोग बोलते हैं परमेश्वर किसी का कर्जदार नहीं है. അതാണ് നാം പറയാറുള്ളത് ദൈവം ആർക്കും കടക്കാരനല്ല എന്നുള്ളത്. उसका मतलब क्या नहीं? അതിന്റെ അർത്ഥം എന്തല്ല? ജോസി, അവൻ ആർക്കും കടക്കാരനല്ല. പാടോ പാടോ. क्या नहीं है उसका मतलब? അതിന്റെ അർത്ഥം എന്തല്ല? अभी थोड़ा सा थंगा मिलता है, उसका अगर दशवांश देंगे तो उसका बहुगुना थंगा परमेश्वर हमको वापस देंगे. कर्जदार नहीं है ना. ഇപ്പോൾ അല്പമായ ചെറിയ ശമ്പളം കിട്ടുന്നു, അതിന് ദശാംശം സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമുക്ക് കൂടുതലായിട്ട് തരും. അതാണോ आशीष? नहीं है, वो नहीं है. അതല്ല. परमेश्वर को कुछ देख करके परमेश्वर से लेने वाले कोई है? ദൈവത്തിന് വല്ലതും കൊടുത്തിട്ട് കർത്താവിൽ നിന്ന് വല്ലതും വാങ്ങിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? हाँ जी बोलिए ना जोहान. परमेश्वर को क्या दिया था जिसके लिए आप अभी प्रभु से कुछ पा रहे हैं? ദൈവത്തിന് എന്ത് കൊടുത്തിട്ടാണ് നാം ഇപ്പോൾ കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുന്നത്? कुछ दिया? എന്തെങ്കിലും കൊടുത്തോ? नो. ഇല്ല. हम लोग गलत तरीके से उस गाने को, या वो गाना लिखा ही गलत तरीके से है, हाँ, और गलत तरीके से ही उसका प्रचार प्रसारण होता है. നാം തെറ്റായ അർത്ഥത്തിലാണ് ആ പാട്ടിനെ പറ്റി പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നത്. परमेश्वर किसी का कर्जदार नहीं, उसका मतलब यह है कि कभी भी परमेश्वर को किसी से भी कोई लेना देना नहीं है. ദൈവം ആർക്കും കടക്കാരനല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരിക്കലും ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ദൈവത്തിന് ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിക്കുകയോ കൊടുക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. परमेश्वर कुछ भी किसी के लिए करने देने के लिए परमेश्वर पर कोई कर्जा नहीं है. ദൈവം ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കുവാനായിട്ട് ദൈവത്തിന്റെ മേൽ കടം ഒന്നുമില്ല. God doesn't have any obligation to do anything for anyone. पहले हमने सुना दाऊद भी हो, परमेश्वर को कोई कर्ज या बोझ नहीं कि अरे मुझे उसके लिए यह करना है. നാം രാവിലെ ചിന്തിച്ചതുപോലെ ദാവീദായാൽ പോലും എനിക്ക് അവന് വേണ്ടി ചെയ്യണം, അവൻ എനിക്ക് വേണ്ടി ഇത് ചെയ്തു എന്നുള്ളതല്ല ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. मैं हूं का मतलब है कि गॉड इज सेल्फ एग्जिस्टेंट, ही इज सेल्फ सब्सिस्टिंग एंड ही इज सेल्फ सफिशिएंट. परमेश्वर में ही परिपूर्ण है, संपूर्ण है, पर्याप्त है. ദൈവം ദൈവത്തിൽ തന്നെ പരിപൂർണനും സമ്പൂർണനും പര്യാപ്തനുമാണ്. साथ में है ना. तो परमेश्वर आई आम, मैं हूं. ദൈവം ഞാൻ ആകുന്നു. God is the only one who can say I am. परमेश्वर के अलावा मैं हूं बोलने के लिए कोई नहीं है. ദൈവത്തിനല്ലാതെ മറ്റാർക്കും ഞാൻ ആകുന്നു എന്ന് പറയാൻ കഴിയില്ല. क्योंकि जब हम बोलेंगे मैं हूं, शायद
वही हो सकता है हमारी आखिरी श्वास। എന്തുകൊണ്ടെന്നാൽ നാം ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ അവസാന ശ്വാസം അതായിരിക്കാം. When God says I am, that shows his unchangeable nature. परमेश्वर मैं हूं बोलने से ना बदलने वाला परमेश्वर की स्वभाव को प्रकट करता है. യഹോവയായ ദൈവം ഞാനാകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരിക്കലും ഒരു വ്യതിയാനവും വരാത്ത ദൈവത്തിന്റെ സ്വഭാവത്തെ അത് കാണിക്കുന്നു. परमेश्वर में कोई बदलाहट नहीं है. ദൈവത്തിൽ ഒരു വ്യത്യാസവും ഒരിക്കലും കാണുന്നില്ല. An unchangeable God. ഒരിക്കലും മാറാത്തവനായ ദൈവം. वो है हम इब्रानियों 13:8 में पढ़ते हैं, यीशु मसीह आज कल और युगान युग तक एक सा है. എബ്രായർ 13:8 നാം വായിക്കുന്ന പോലെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും എന്നേക്കും അനന്യനായ ദൈവമാണ്. परमेश्वर अनचेंजेबल गॉड. ഒരിക്കലും വ്യത്യാസം വരാത്തവനായ ദൈവം. कोई भी फर्क नहीं. ഒരു വ്യത്യാസവും അവന് വരുന്നില്ല. अस्तित्व में नहीं, തന്റെ നിലനിൽപ്പിലില്ല, व्यक्तित्व में नहीं, വ്യക്തിത്വത്തിലില്ല, स्वभाव में नहीं, സ്വഭാവത്തിലില്ല, आदतों में नहीं, ശീലങ്ങളിലില്ല. तो परमेश्वर में कोई फर्क नहीं है. ദൈവത്തിൽ ഒരു വ്യത്യാസവുമില്ല. That is I am. അതാണ് ഞാനാകുന്നു എന്നുള്ളത്. परमेश्वर अनादि में जो था अभी भी वो ही है. അനാദിയിൽ ആരായിരുന്നു ആ ദൈവം തന്നെയാണ് ഇന്നുമുള്ളത്. वो जो था वही है अभी भी. ആരായിരുന്നോ എന്തായിരുന്നോ അത് തന്നെയാണ് ഇപ്പോഴും. कोई फर्क नहीं हुआ है. ഒരു വ്യത്യാസവും വന്നിട്ടില്ല. उससे कोई खुशी है तो मैं क्या करूं, परमेश्वर वही था तो मैं क्या करूं ना. प्यारो यह मुझे दुख देता है. പ്രിയമുള്ളവരെ, ഇതാണ് എനിക്ക് ദുഃഖം വരുത്തുന്നത്. परमेश्वर की महिमा के बारे में बताएंगे तो भी आप में कोई फर्क नहीं है. ദൈവത്തിന്റെ മഹത്വത്തെ പറ്റി പറഞ്ഞാൽ നിങ്ങളിൽ ഒരു വ്യത്യാസവും കാണുന്നില്ല. चाहे तो आपको समझ में नहीं आ रहा है, നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാകുന്നില്ലായിരിക്കാം. नहीं तो ये परमेश्वर से आपका कोई संबंध नहीं है. അല്ലെങ്കിൽ ഈ പറഞ്ഞ ദൈവവുമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. इनमें से कौन सा सही है? ഇതിൽ ഏതാണ് ശരി? Come on. दूसरा वाला, पहला वाला समझ में नहीं आ रहा. ध्यान से बैठो. मैं देखता हूं आशीष भी कभी कभी बड़ा लिख लेता है, कभी कभी यूं ही आके बैठ जाता है. तो रोज उसी की तैयारी में रहो समझने की, तो समझ में आ जाएगा. आज भी मैं नोट कर रहा था, कभी कभी है नोट्स वगैरह पूरा लेता है, कभी कभी यूं है ना. ऐसे एक से ज्यादा लोग हैं, है ना, जो है कुछ लोग हैं ऐसे. किसी किसी दिन में बड़ा जागृति है, पूरा नोट्स लेंगे. किसी किसी दिन में यूं ही बैठे रहेंगे, है ना सुरजीत ब्रदर. क्यों? कौन लेके जाता है आपको कहीं? इसीलिए मैं बोलता हूं कि शैतान परमेश्वर की वचन को हमें समझने नहीं देगा. അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത്, പിശാച് ദൈവവചനം മനസ്സിലാക്കുവാൻ ഒരിക്കലും നമ്മെ അനുവദിക്കുകയില്ല. 5 बात मैं अक्सर बोलता हूं, याद है? 5 കാര്യങ്ങൾ ഞാൻ മിക്കവാറും പറയാറുണ്ട്, ഓർമ്മയുണ്ടല്ലോ? अन्नू कुछ याद है? नहीं. बाकी समयों में जो तेजी है ना, इसमें भी रहना, ठीक है? 5 बात. चाहे शैतान हमको वचन पढ़ने या सुनने का मौका ही नहीं देगा. പിശാച് നമുക്ക് വചനം വായിക്കുവാനും കേൾക്കുവാനുമുള്ള അവസരം തരില്ല. मतलब वचन सुनने और पढ़ने से शैतान रोकेगा. വചനം വായിക്കുന്നതും അത് പഠിക്കുന്നതിൽ നിന്നും പിശാച് നമ്മെ മാറ്റി നിർത്തും. दूसरा है कुछ सुने या फिर पढ़ें. आशीष माँ है साथ में, तो आप इधर ध्यान दो, वही है, ले जाता है. दूसरी बात है सुला देता है. वचन पढ़ते समय या सुनते समय सुला देता है. രണ്ടാമത്തെ കാര്യം, വചനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമ്മെ ഉറക്കിക്കളയുന്നു. 1-2 लोग ही है थोड़ा सा झपकी लेते हैं हमारे बीच में, बाकी सोने वाले कोई नहीं है हमारे बीच में. 1-2 പേർ മാത്രമേ ഉള്ളൂ ചെറുതായിട്ട് ഉറക്കം തൂങ്ങുന്ന, അല്ലാതെ ആരുമില്ല. और तीसरा है
कि नींद भी नहीं आएगा, अवसर भी मिलेगा, लेकिन घुमाने ले जाएगा, हाईजैक करेगा शैतान। മൂന്നാമത്തേതാണ് ഉറക്കവും വരികയില്ല, കേൾക്കാനുമുള്ള അവസരം കിട്ടും, എങ്കിലും നമ്മുടെ ചിന്തകളെ മറ്റു പലയിടങ്ങളിലേക്കും തിരിക്കും. है ना? हम लोग तो शैतान के साथ में घूमने चले जाते हैं, നാം പിശാചിനോടൊപ്പം നാം ചുറ്റിക്കറങ്ങാനായി പോകും. इसलिए इधर क्या हो रहा है कोई पता नहीं. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. चौथा है, पहले वाला तीनों नहीं, बैठे रहेंगे, कोई पल्ले नहीं पड़ेंगे. നാലാമത്തേതാണ് ആദ്യത്തെ മൂന്നുമല്ല, നാം ഇവിടെ ഇരിക്കും, ഒന്നും മനസ്സിലാകില്ല, कुछ नहीं समझ में आएगा. ഒന്നും മനസ്സിലാകില്ല. पांचवा है, कुछ समझ में आए भी बस बहुत जल्दी भूल जाएगा. അഞ്ചാമത്തേതാണ് നമുക്ക് എന്തെങ്കിലും മനസ്സിലായാൽ നാം എളുപ്പം മറന്നു പോകും. सबसे ज्यादा सबसे जल्दी क्या भूलते हैं हम? നാം ഏറ്റവും കൂടുതൽ പെട്ടെന്ന് എന്താണ് മറന്നു പോകുന്നത്? टीवी की बात की बाइबल की बात? ടിവിയിലെ കാര്യമാണോ ദൈവവചനത്തിലെ കാര്യമാണോ? बाइबल का ना. क्यों? बस वो यहीं छोड़ के चले जाते हैं, हम तो और किसी धुन में रहते हैं. നാം വേറെ എന്തോ ചിന്തയിലായിരിക്കുന്നു, കേൾക്കുന്ന ഇവിടെ തന്നെ വിട്ടിട്ട് പോകും. लेकिन प्यारो ध्यान दीजिए, പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, बड़े प्रार्थना के साथ में शामिल होइए. പ്രാർത്ഥനയോടുകൂടി ഇതിൽ പങ്കെടുക്കുക. संडे सुबह हफ्ते का ये जो 7 दिन है ना, इन 7 दिन में कौन सा दिन सबसे जल्दी आप उठते हो? ठीक है, वो छोड़ो, सबसे लेट उठने वाला दिन कौन सा है? ആഴ്ചയിലെ 7 ദിവസത്തിൽ ഏറ്റവും താമസിച്ച് എഴുന്നേൽക്കുന്ന ദിവസം ഏതാണ്? कौन सा जॉन? संडे ना. आशीष बोलो ना कुछ. संडे ना जो, हाँ सैटरडे. वाह, तो सैटरडे से पहले संडे उठ जाते हैं. वेरी गुड. फिर भी कितने बजे मत बताना अभी. वीकडेज में ही लेट सोते हैं, उसका भी कारण मुझे पता है. संडे सुबह बाकी दिनों से जल्दी उठो. ഞായറാഴ്ച രാവിലെ ബാക്കി ദിവസങ്ങളെക്കാൾ പെട്ടെന്ന് എഴുന്നേൽക്കുക. और आप प्रार्थना में, बाइबल पढ़ने में टाइम समय बिताओ. പ്രാർത്ഥനയ്ക്കും തിരുവചന ധ്യാനത്തിനുമായി സമയം ചിലവഴിക്കുക. आपको प्रचार नहीं करना है, നിങ്ങൾക്ക് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല, लेकिन जो संदेश प्रभु दें उसको स्वीकार करने के लिए अपने आप को तैयार करो. आप നമുക്ക് ലഭിക്കുന്ന സന്ദേശത്തെ സ്വീകരിക്കുവാനായി നമ്മെ തന്നെ തയ്യാറാക്കാം. विशेष प्रार्थना करें, प्रभु दिल खोलकर आपकी स्तुति हमें करने की अनुग्रह दें. ദൈവമേ, ഹൃദയം തുറന്നങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുക. आपकी वचन ग्रहण करने के लिए अनुग्रह दें. കർത്താവേ, അങ്ങയുടെ വചനം ഗ്രഹിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. उसके लिए संडे सुबह विशेष प्रार्थना के साथ, तैयारी के साथ आए. അതിനുവേണ്ടി ഞായറാഴ്ച രാവിലെ പ്രത്യേകമായ പ്രാർത്ഥനയോടും തയ്യാറെടുപ്പോടും കൂടെ ദൈവസന്നിധി വരാം. शनिवार से वो प्रार्थना कम से कम शुरू कर दे. ശനിയാഴ്ചയോടുകൂടി ആ പ്രാർത്ഥന നിങ്ങൾ തുടങ്ങുക. वैसे तो हमेशा ऐसे होना चाहिए, लेकिन कम से कम शनिवार से आप उसको शुरू करें. എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം, എന്നാലും കുറഞ്ഞപക്ഷം ശനിയാഴ്ച മുതൽ അത് തുടങ്ങാം. तो संडे की या जो भी प्रार्थना की तैयारी ऐसे करते हैं. ഞായറാഴ്ചയായാലും പ്രാർത്ഥനയുടെ ആ ഒരു ഒരുക്കം അങ്ങനെയാണ് ചെയ്യുന്നത്. गंदा कपड़ा पहन के आओ चलेगा, അഴുക്കായ വസ്ത്രം ഇട്ടുകൊണ്ട് പോരും, അത് കുഴപ്പമില്ല. बिना इस्त्री वाला कपड़ा पहन के आओ चलेगा, തേക്കാത്ത ഉടുപ്പിട്ടുകൊണ്ട് വന്നോളൂ, കുഴപ്പമില്ല. लेकिन प्रार्थना के साथ अपने आप को परमेश्वर की स्तुति करने और प्रभु से प्राप्त करने के लिए तैयार किए बिना मीटिंगों में नहीं आना चाहिए. ദൈവത്തെ സ്തുതിക്കുവാനും കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനും നമ്മെ തന്നെ ഒരുക്കാതെ ദൈവസന്നിധിയിലേക്ക് വരരുത്. समझ में आ रहा ना? तो एक फर्क और बदलाहट ये हफ्ते से हो, ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഈ ആഴ്ച മുതൽ ഉണ്ടായിരിക്കണം. तो हम प्रभु का वचन को ग्रहण कर सकेंगे. നാം അങ്ങനെയെങ്കിൽ ദൈവവചനം നമുക്ക് ഗ്രഹിക്കുവാൻ. मैं किसके बारे में बोल रहा हूं? ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? मोदी जी के बारे में भी नहीं, मूडी जी के बारे में भी नहीं. മോദിയുടെ കാര്യമല്ല, മൂടിയുടെ കാര്യവുമല്ല പറഞ്ഞത്. किसके बारे में? എന്താണ് ഞാൻ പറഞ്ഞത്? जोर से तो बोलो. कौन है परमेश्वर? क्या रिश्ता है हमारा? ആരാണ് ദൈവം? നമുക്ക് ദൈവവുമായുള്ള ബന്ധം എന്താണ്?
है क्या? ऐसा रिश्ता है तो फिर हम खुश होते। നമുക്ക് ദൈവവുമായി അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ നാം സന്തോഷിക്കും. उस बाप के बारे में, उसकी महिमा के बारे में सुनते समय हम अंदर ही अंदर से बिल्कुल झूम उठते। അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുകയും ദൈവത്തിന്റെ മഹത്വത്തെ പറ്റി കേൾക്കുകയും ചെയ്യുമ്പോൾ നാം നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് സന്തോഷമുണ്ടാകും. लेकिन वो हमारे अंदर नहीं देख रहा हूं मैं। അത് നമ്മുടെ ഉള്ളിൽ കാണുവാൻ കഴിയുന്നില്ല. उसके लिए मुख्य कारण यह है कि परमेश्वर के साथ हमारे रिश्ता बराबर नहीं है। അതിന്റെ പ്രധാന കാരണം നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയല്ല. हम प्रभु के बारे में जब सुने ना, हमारे अंदर ही अंदर से रो उठेगा, हमारी अंदर पिघलने लगेगा। ദൈവത്തെ പറ്റി നാം കേൾക്കുമ്പോൾ നമ്മുടെ രോമകൂപങ്ങൾ എഴുന്നേൽക്കുകയും നമ്മുടെ ഉള്ളിൽ നാം തന്നെ വളരെ വേദനയോടെ കരയുകയും ചെയ്യും. तो हमारे परमेश्वर आई आम, मैं हूं, നമ്മുടെ ദൈവം ഞാൻ ആകുന്നു, उसमें कोई फेर बदल नहीं है। അവനിൽ ഒരു വ്യത്യാസവുമില്ല. सुबह और शाम वो एक सा है। രാവിലെയും വൈകുന്നേരവും അവൻ ഒരുപോലെയുള്ളവനാണ്. समझ में आ रहा? മനസ്സിലാവുന്നുണ്ടല്ലോ? वो ठंडी में भी गर्मी में भी एक जैसा है। ചൂടുകാലത്തും തണുപ്പ് കാലത്തും ഒരേപോലെ ഇരിക്കുന്നവനാണ് ദൈവം. सारी सृष्टि बनाए जाने से पहले की अनादि में हमारे परमेश्वर जो था वो ही अभी भी है। സർവ്വ സൃഷ്ടികളും ഉണ്ടാക്കുന്നതിന് അനാദിക്ക് മുമ്പേ നമ്മുടെ ദൈവം ആരായിരുന്നോ അത് തന്നെയാണ് ദൈവം. उसमें कोई बदलाहट नहीं है। അവനിൽ ഒരു വ്യത്യാസവുമില്ല. उस परमेश्वर को हम पिता मानते हैं। ആ ദൈവത്തെയാണ് നാം പിതാവെന്ന് വിളിക്കുന്നത്. वो हमारा प्रभु है, അവൻ നമ്മുടെ കർത്താവാണ്. वो है, उसी ने कहा मैं हूं। ആ ദൈവമാണ് പറഞ്ഞത് ഞാനാകുന്നു. भले ही वो शरीर में आया, അത് ശരീരത്തിൽ വന്നപ്പോഴാണേലും, शरीर में प्रकट हुआ तब भी താൻ मसीह ने कहा तुम मुझे शरीर में तो देखते हो, लेकिन मैं वो नहीं जो तुम सोचते हो, परंतु मैं वो हूं जो मैं था। ജഡത്തിൽ പ്രത്യക്ഷനായ യേശു ക്രിസ്തുവും പറയുകയുണ്ടായി, നിങ്ങൾ എന്നെ ഈ കാണുന്നത് പോലെ ഉള്ളവനല്ല ഞാൻ, എന്നാൽ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞു. Jehovah is a title which displays God acting for his own glory and taking up his oppressed people in order to show forth glory in them. This is what we learned last week as the redemptive name of God. हमने पिछले हफ्ता देखा यहोवा जो निर्गमन 3 अध्याय के अनुसार एक छुटकारा प्रदान करने वाला नाम है. കഴിഞ്ഞയാഴ്ച നാം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിനെ അടിസ്ഥാനമാക്കി നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവത്തെ പറ്റി, യഹോവയെ പറ്റി കണ്ടു. साथ में है redemptive name of God is Yahweh. നമ്മെ വിടുവിക്കുന്ന ദൈവത്തിന്റെ പേരാണ് യാഹുവേ. इस्राएलियों को मिस्र की गुलामी से छुड़ाने आया परमेश्वर अपना नाम बताया मैं हूं. മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ വന്നതായ യഹോവ പറഞ്ഞ ദൈവമാണ് ഞാൻ ആകുന്നു. उसका मतलब क्या है? അതിന്റെ അർത്ഥം എന്താണ്? अदा वो है मैं अभी जो बताया. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. यहोवा याहुवे आया means God acting for his own glory. God displays his glory. परमेश्वर अपनी ही महिमा के लिए स्वयं कार्यरत है. ദൈവം തന്റെ തന്നെ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. उतना ही नहीं, അത് മാത്രമല്ല अपने बंधुआई में पड़े हुए लोगों के छुटकारे के द्वारा अपनी महिमा को प्रकट भी करता है. ബന്ധനത്തിലായിരിക്കുന്ന തന്റെ സ്വന്തം ജനത്തെ വിടുവിക്കുന്നതിലൂടെ തന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തുന്നു. 2 बात बताया मैंने, 2 കാര്യങ്ങൾ പറയണ്ടായി. समझ में आया? മനസ്സിലായോ? शोभा कुछ समझ में आई? जॉन आयाम मैं हूं होकर परमेश्वर 2 काम को करता है. ഞാനാകുന്നു എന്ന് പറഞ്ഞ യഹോവ 2 കാര്യങ്ങൾ ചെയ്യുന്നു.
पहला ഒന്നാമത്തേത് परमेश्वर में ही होकर अपनी महिमा को प्रकट करता है. ദൈവമായിരുന്നു കൊണ്ട് തന്നെ തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു. Yeah, God displays his acts for his own glory. ദൈവത്തിന്റെ തന്നെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിന് ദൈവമായിരിക്കുന്നു. दूसरी बात, രണ്ടാമത്തേത് परमेश्वर अपने लोगों के द्वारा भी अपनी जलवा प्रकट करता है. ദൈവം തന്റെ ജനത്തിലൂടെയും തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. कैसे? എങ്ങനെ? उनको बंधुआई से छुड़ाते हुए, ബന്ധനത്തിൽ നിന്ന് അവരെ വിടുവിച്ചുകൊണ്ട്, सताए जाने वालों को छुड़ाते हुए. പീഡിപ്പിക്കുന്നവരെ വിടുവിച്ചുകൊണ്ട്. मिस्र में वही हुआ था. മിസ്രൈമിൽ അതാണ് സംഭവിച്ചത്. ये दोनों प्रभु ने प्रकट किया. ഇത് രണ്ടും ദൈവം പ്രത്യക്ഷപ്പെടുത്തി. जब मैं हूं करके मूसा को परमेश्वर ने प्रकट किया तो परमेश्वर ये बता रहा था कि मैं अपनी महिमा के लिए कार्यरत हूं. മോശയോട് ഞാനാകുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ എന്റെ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. या परमेश्वर अपनी महिमा को प्रकट किया. ദൈവം തന്റെ മഹത്വത്തെ പ്രകടിപ്പിച്ചു, और വെളിപ്പെടുത്തി. उसके लिए कैसे क्या किया? അതിനുവേണ്ടി എന്താണ് ചെയ്തത്? अपने चुने हुए लोगों को 400 साल की बंधन से छुड़ाया. 400 വർഷം ബന്ധനത്തിലായിരുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വിടുവിച്ചു. सशक्त शत्रुओं की हाथों से उन्हें रिहा किया. വളരെയധികം ബലമുള്ളതായ ശക്തിശാലികളായ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. उनको गुलाम बना के रखे हुए दुश्मनों को हराया. അവരെ അടിമകളായി വെച്ചിരുന്ന ശത്രുവിനെ തോൽപ്പിച്ചു. तो अपने आप में भी और अपने लोगों के द्वारा भी परमेश्वर अपने जलवा प्रकट किया. ദൈവം തന്നിൽ തന്നെയും തന്റെ ജനത്തിലൂടെയും തന്റെ മഹത്വം വെളിപ്പെടുത്തി. महिमा से तू जो भरा हुआ गाने में हम लोग गाते हैं ना, फिर से यीशु अपना जलवा दिखा. നാം മഹിമാ സേ തൂ ജോ ഭരാ ഹുവ എന്ന ഹിന്ദി ഗാനത്തിൽ വീണ്ടും മഹത്വം വെളിപ്പെടുത്തണമേ എന്നൊരു വരി പാടുന്നുണ്ട്. हाँ, परमेश्वर आई आम याहुवे होकर अपना महिमा को प्रकट करता है. യഹോവയായ ദൈവം ഞാൻ ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു. यीशु मसीह मैं हूं बोलने का 7 बातों को हम प्रभु चाहें तो अगला सत्र में लेंगे. യേശു ക്രിസ്തു ഞാനാകുന്നു എന്ന് പറഞ്ഞതിന്റെ 7 കാര്യങ്ങൾ നാം അടുത്ത കൂട്ടായ്മയിൽ ചിന്തിക്കും. लेकिन अब 9 बात और मैं आपको बता दूंगा. എന്നാൽ ഇപ്പോൾ 9 കാര്യങ്ങളോട് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Compound names of Yahweh found in the Old Testament. पुराने नियम में यहोवा नाम से जुड़े हुए 9 नामों को भी आपके सामने रखता हूं. പഴയ നിയമത്തിൽ യഹോവ എന്ന പേരിനോട് ചേർന്നിരിക്കുന്ന 9 പേരുകളെ പറ്റി ഞാൻ നിങ്ങളോട് പറയുവാൻ वो ആഗ്രഹിക്കുന്നു. सब आप सुन चुके होंगे. നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം. गाने भी उसी के बारे में लिखे हुए हैं. പാട്ടുകളും ആ പേരുകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. इसीलिए आपको आप वाकिफ होंगे उन सब के बारे में. അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. सबसे पहला है ഒന്നാമത്തേത് यहोवा जैरा, यहोवा ईरे. യഹോവ ഇരേ. उत्पत्ति 22 का 8 और 14वीं वचन है. ഉൽപ്പത്തി 22-ന്റെ 8ഉം 14ഉം. हम जानते हैं इसहाक को बलि करने के लिए अब्राहम ले जा रहा है. നമുക്കറിയാം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കുവാനായി അബ്രഹാം പോകുന്നു. नॉट एक्सोडस, जेनेसिस. उत्पत्ति 22 8 और 14 है. एक्सोडस में है अब्राहम. कितने बार पढ़ा बाइबल? 5 टाइम. मैंने एक्सोडस बोला था, उत्पत्ति बोला ना. उत्पत्ति 22 का 8 और 14वीं वचन में है इब्राहिम इसहाक को लेकर बलि चढ़ाने जा रहा है. ഉൽപ്പത്തി 8-ന്റെ 8-ലും 22-ന്റെ 8-ലും 14-ലുമാണ് ഇസ്ഹാക്കിനെ അബ്രഹാം യാഗം കഴിക്കുവാനായി പോകുന്നത് കാണുന്നു. वहां पर इसहाक ने पूछा, അവിടെ बाकी ഇസ്ഹാക്ക് सब ചോദിച്ചു. कुछ है लेकिन मेमना कहाँ है? ഇസ്ഹാക്ക് ഇപ്രകാരം പിതാവിനോട് ചോദിച്ചു, എല്ലാം ഉണ്ട്, പക്ഷെ യാഗത്തിനുള്ള ആടെവിടെ? तो क्या कहा
इब्राहिम ने? എന്താണ് അബ്രഹാം മറുപടി കൊടുത്തത്? हाँ, परमेश्वर अपनी बलिदान के लिए उपाय आप ही करेगा. യഹോവയായ ദൈവം തന്റെ യാഗം കഴിക്കുവാനുള്ളത് എന്താണോ അത് ദൈവം ചെയ്തുകൊള്ളും. കരുതിക്കൊള്ളും. तो यीरे नाम का जो शब्द का इब्रानी शब्द का मतलब है प्रोवाइड, टू प्रोवाइड. ഇരേ എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് കരുതുന്നവൻ. इसीलिए 14वीं वचन में इब्राहिम उस जगह का नाम क्या रखा सुरजीत ब्रदर? അതുകൊണ്ട് 14-ാം വാക്യത്തിൽ എബ്രഹാം എന്താണ് ആ സ്ഥലത്തിന് പേര് കൊടുത്തത്? यहोवा यीरे. യഹോവ ഇരേ. ठीक है, उसके बारे में जानते हैं, मैं इसलिए आगे बढ़ूं. അതിനെപ്പറ്റി നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുന്നു. यहोवा जायरा, यहोवा यीरे. യഹോവ ഇരേ. लेकिन एक बात, എന്നാൽ ഒരു കാര്യം, इस वचन का सबसे खास मतलब क्या है? ഈ വചനത്തിന്റെ ഏറ്റവും മുഖ്യമായ അർത്ഥം എന്താണ്? संगीता सिस्टर, क्या है? परमेश्वर अपने लिए उपाय करेगा जो कहा, गॉड विल प्रोवाइड, यहोवा यीरे जो कहा, क्या है उसका असली मतलब? ദൈവം ദൈവത്തിനു വേണ്ടി കരുതിക്കൊള്ളും എന്ന് പറഞ്ഞതിന്റെ യഥാർത്ഥമായ അർത്ഥം എന്താണ്? आनी सिस्टर, नाराज ना हो कि मेरे से नहीं पूछा करके. वीना, who is the shadow of Jesus? Isaac. वो हमें समझना चाहिए. നമുക്ക് അതിന്റെ അർത്ഥമാണ് മനസ്സിലാക്കേണ്ടത്. कई बार हम ये बात को लेकर के बोलेंगे, अभी तो मेरे पास भी कोई गाड़ी नहीं, यहोवा यीरे, अगले साल तो प्रभु गाड़ी देगा. അനേകം തവണ നാം ഈ വാക്യം എടുത്തുകൊണ്ട് നാം ഇപ്രകാരം ചിന്തിക്കുന്നു, എൻ്റെ അടുത്ത് ഇപ്പോൾ വാഹനമില്ല, യഹോവ ഇരേ, എനിക്ക് വേണ്ടി യഹോവ കരുതും. भाड़े की मकान में रहता हूँ, हर 11 महीने में बदलते रहते हैं, यहोवा यीरे. വാടകയ്ക്കുള്ള വീട്ടിൽ താമസിക്കുന്നു, എല്ലാ 11 മാസം എഗ്രിമെന്റ് എഴുതണം, അപ്പോഴും പറയും യഹോവ ഇരേ. क्या ये है उसका मतलब? ഇതാണോ അതിന്റെ അർത്ഥം? नहीं. അല്ല. हाँ, वो है, परमेश्वर तो हमारे लिए प्रबंध करेंगे. ദൈവം നമുക്ക് വേണ്ടി കരുതും. जरूर है, परमेश्वर हमारे लिए प्रबंध करेंगे. ദൈവം നമുക്ക് വേണ്ടി തീർച്ചയായും കരുതും. यीशु मसीह ने जैसे कहा, रुपया में कितने गौरैये मिलते हैं? യേശുക്രിസ്തു എങ്ങനെയാണ് പറഞ്ഞത്? ഒരു കാശിന് എത്ര കുരുകിലിനെ കിട്ടും? कितनु सुनाई दिया क्या? हाँ, ऐसे बोलो. 2. 2. जोहान, 2 रुपया में, 2 रुपया में. इधर नहीं था ना रोहन? नहीं, वो आप दुकान लगाएंगे तब है. लेकिन यीशु मसीह ने बोला 2 रुपया में 5 मिलता है. യേശുക്രിസ്തു പറഞ്ഞത് 2 കാശിന് 5 കുരുകിൽ. 1 रुपया में 2, 2 रुपया में 5. ഒരു കാശിന് 2 കുരുകിലും 2 കാശിന് 5 കുരുകിലും. उसका मतलब അതിന്റെ അർത്ഥം 5वां फ्री में है. അതിന്റെ അർത്ഥം 5-ാമത്തേത് ഫ്രീ ആയി തന്നു. उसका कोई कीमत नहीं है. അതിന്റെ ഒരു വിലയും ഇല്ല. लेकिन यीशु मसीह ने कहा, उस फ्री में बिना किसी कीमत का उस एक गौरैया का भी देखभाल तुम्हारे पिता करता है. तो हे अल्पविश्वासियों, तुम्हारे लिए कितना ज्यादा नहीं करेगा. അധികമായി തന്ന ഒരു കുരുകിലിനെ പറ്റി കർത്താവ് ചിന്തിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ പറ്റി എത്രയധികമായി അവൻ ചിന്തിക്കും. हालेलुया. समझ में आ रहा है ना? वो फ्री में मिलने वाला पक्षियों के लिए, कौओं के लिए, उनकी बच्चों के लिए, चूजों के लिए परमेश्वर ख्याल रखता है, तो हमारे लिए कितना ज्यादा.
ഫ്രീയിൽ കിട്ടുന്നതായ ചെറിയ പക്ഷിക്ക് വേണ്ടി പോലും ദൈവം കരുതുന്നുവെങ്കിൽ നാം അവന്റെ സന്തതികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി എന്തുമാത്രം ദൈവം കരുതും. उन गौरैयों और आसमां की पंछियों को उनके पिता खिलाते हैं. ആ കുരുകിലിനും ആകാശത്തിലെ പക്ഷികളെയും അവരുടെ പിതാവാണോ ഭക്ഷണം കൊടുക്കുന്നത്? क्यों आशीष? ये ना बंसी नहीं. അല്ല. फिर പിന്നെ किसका पिता मैंने पूछा? पक्षियों के पिता. जल्दी पढ़ो, समय नहीं. फिर भी मैथ्यू आकाश के पक्षियों के पिता. 6:25 जल्दी पढ़ो. मत्ती 6:25. മത്തായി 6:25. या आगे आकाश के पक्षियों को देखो 26वें वचन में. हाँ हाँ. फिर भी उनके पिता अन्नू उनके पिता इन पक्षियों को कौन खिला रहा है? वीणा, ഈ പക്ഷി ആരാണ് ഭക്ഷണം കൊടുക്കുന്നത്? हमारे पिता. നമ്മുടെ പിതാവ്. शब्द समझ में आ रहा है? मैंने उसको पढ़ा ना, मेरा अंदर मेरा हृदय ऐसा हिला कि मैं आपको बता नहीं सकता. ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ എന്ത് സന്തോഷമുണ്ടായി എന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞറിയിക്കുവാൻ കഴിയില്ല. अनगिनत पशु पक्षियों को खिलाने वाला परमेश्वर उन पशु पक्षी जानवर और सृष्टि के पिता नहीं, परंतु रोते रहने वाले चिंता करने वाले मेरे और आपके बाप है. എണ്ണമില്ലാത്ത പക്ഷികളുടെയും മൃഗങ്ങളുടെയും തീറ്റി കൊടുക്കുന്നവനായ പിതാവ് എന്നുള്ളത് അത് അവരുടേതല്ല, നിങ്ങളുടെ പിതാവായ ദൈവം. तो भी हमें क्या है ना? तो भी हमें क्या है ना? सुरजीत ब्रदर, हमें उससे क्या मतलब? प्यारो, वे ये सृष्टि कुछ भी परमेश्वर के संतान नहीं है. ഈ സൃഷ്ടി ഒന്നും ദൈവത്തിന്റെ സന്തതികളല്ല. परमेश्वर उनके बाप भी नहीं है. ദൈവം അവരുടെ പിതാവുമല്ല. वो हमारे पिता है. അവൻ നമ്മുടെ പിതാവാണ്. तो भी उन सबको खिला पिलाते हैं. तो प्रभु ने पूछा, तुमको जो उस बाप के बेटे बेटियां हैं, कितना अधिक वो नहीं करेगा. നമ്മുടെ പിതാവായ ദൈവം ആകാശത്തിലെ പക്ഷികൾക്കൊക്കെ ആഹാരം കൊടുക്കുമ്പോൾ അവൻ നമ്മോട് ചോദിക്കുകയാണ്, എൻ്റെ സൃഷ്ടിയായ എൻ്റെ മക്കളായ നിങ്ങളെ ഞാൻ എത്രയധികമായി പോറ്റും. तो फिर परमेश्वर यहोवा यिरे होकर हमारी सारी जरूरतों को पूरा करेंगे. അങ്ങനെയെങ്കിൽ യഹോവ ഇരയായി നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവം നിവർത്തിയിരിക്കും. लेकिन उसका मतलब वहीं सीमित नहीं है. എന്നാൽ അതിന്റെ അർത്ഥം അവിടെ തന്നെ തീരുന്നില്ല. इब्राहिम ने बोला 22:8 में कि यहोवा अपने होम बलि के लिए एक मेमने का उपाय करेगा. 22:8 ഇബ്രാഹിമിനോട് ദൈവം പറഞ്ഞു, ദൈവം തനിക്ക് യാഗം കഴിക്കുവാനായുള്ള ആടിനെ കരുതിക്കൊള്ളും. वो मेमना कौन था? ആ കുഞ്ഞാടെ ആരായിരുന്നു? वो झाड़ी में फंसा हुआ मेढ़ा नहीं था, അത് കുറ്റിക്കാട്ടിൽ കുരുങ്ങിക്കിടന്ന മുട്ടനാടല്ല, परंतु सारी जगत की पापों को उठा ले जाने वाला प्रभु यीशु मसीह है. എന്നാൽ സർവ്വലോകത്തിന്റെയും പാപത്തെ വഹിച്ചവനായ യേശു ക്രിസ്തു. इब्राहिम ये कहने का लगभग 2000 साल के बाद प्रभु यीशु मसीह परमेश्वर का मेमना होकर प्रकट हुआ. അബ്രഹാമിനോട് ഇത് പറഞ്ഞതിന് ശേഷം 2000 വർഷത്തിനു ശേഷം യേശു ക്രിസ്തു കുഞ്ഞാടായി ഈ ഭൂമിയിലേക്ക് വന്നു. हमारे पापों को वो उठा ले गया. നമ്മുടെ പാപങ്ങളെ അവൻ വഹിച്ചു. यहोवा जैरा. യഹോവ ഈരെ. जल्दी मैं कुछ और बात बताऊं, मेरा समय हो गया है.
ഞാൻ ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർപ്പിച്ചിട്ടിരിക്കാം. दूसरा नाम, രണ്ടാമത്തേത് परमेश्वर का दूसरा नाम है, कॉम्पाउंड नेम, यहोवा रोफेका. യഹോവ റോഫേക്ക. ROPHEKA. उसका हम लोग जल्दी जल्दी बोलने वाला नाम है यहोवा राफा. അതിൽ നാം പെട്ടെന്ന് പറയുന്ന പേരാണ് യഹോവ റാഫ. यहोवा रोफेका. യഹോവ റോഫേക്ക. निर्गमन 15 का 26 से 26. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം. अब पढ़ने के लिए समय नहीं तो मैं बोल के जा रहा हूं. ഇപ്പൊ വായിക്കുവാൻ സമയമില്ല, പറഞ്ഞു പോകുന്നു. करीब 70 बार पुराने नियम में ये शब्द है. ഏകദേശം 70 പ്രാവശ്യം പഴയ നിയമത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. या 70 टाइम्स ये शब्द इस्तेमाल हुआ है चंगाई के लिए, रेस्टोरेशन, ज्यों के त्यों करने के लिए, प्रिजर्वेशन, संभाले रखे जाने के लिए. സൗഖ്യത്തിനായും മടങ്ങി വരവിനായും സൂക്ഷിപ്പിനായും ഈ വാക്ക് 70 പ്രാവശ്യം പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. क्या नहीं मिला? तो यहोवा राफा या रोफेका. യഹോവ റാഫ അല്ലെങ്കിൽ യഹോവ റോഫേക്ക. प्यारों, ये आयाम वो हमें चंगा करने वाला यहोवा है. ആ ദൈവം, ഞാനാകുന്ന ദൈവം നമ്മെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. तीसरा, यहोवा निसी. യഹോവ നിസി. निर्गमन 17 का 15. പുറപ്പാട് 17-15. The Lord means Yahweh is my banner. യഹോവ എന്റെ കൊടി. या परमेश्वर यहोवा मेरा झंडा है. യഹോവ എന്റെ കൊടി. refuge, सुरक्षा आदि है इस शब्द का मतलब. എന്റെ ആശ്രയം, എന്റെ സുരക്ഷ, ഇതൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. चौथा नाम है നാലാമത്തേത് यहोवा शालो. യഹോവ ഷാലോ. न्यायों 6 का 24. ന്യായാധിപന്മാർ 6-24. वहां पर गिदयोन कहता है 6:24 जजेस, तो उसमें बताया है कि शत्रुओं के द्वारा इस्राएल सताया जा रहे थे. तब भी गिदयोन बोलता है यहोवा में मुझे शांति है. ശത്രുക്കൾ ചുറ്റുപാടും തന്നെ പിടികൂടിയപ്പോഴും ഗിദയോൻ പറയുന്നു, യഹോവ എന്റെ സമാധാനം. यहोवा शालो. യഹോവ ഷാലോ. पांचवा नाम, അഞ്ചാമത്തേത് यहोवा जिदकेनु. യഹോവ ജിദ്കേനു. TSIDKENU. जिदकेनु means the Lord our righteousness. हमारे यहोवा हमारी धार्मिकता है. യഹോവ ജിദ്കേനു എന്ന വാക്കിന്റെ അർത്ഥം യഹോവ എന്റെ നീതി. यिर्मयाह 23 का 6. യിരെമ്യാവ് 23:6. छठवां नाम, ആറാമത്തേത് यहोवा रोई. യഹോവ റോയി. ROI या फिर ROHI. रोही भी बोलते हैं, रोई भी बोलते हैं. റോഹി അല്ലെങ്കിൽ റോയി എന്ന് പറയാം. RO अपोस्ट्रोफी I है, रोई. अपोस्ट्रोफी का अर्थ है H, रोही. वो है आज हमने पढ़ा भजन 23 का पहला. അതാണ് നാം ഇന്ന് വായിച്ച സങ്കീർത്തനം 23-ന്റെ यहोवा मेरा चरवाहा है. യഹോവ എന്റെ ഇടയനാകുന്നു. सातवां, ഏഴാമത്തേത് यहोवा मक्कादिशकेम. യഹോവ മക്കാദേശ് കേം. मक्कादेश करके भी बोलते हैं. മക്കാദേശ് എന്നും പറയാറുണ്ട്. MEKADDISHKEM. MEKADDISHKEM. यहोवा मक्कादिशकेम. निर्गमन 31:13, 31 का 13. പുറപ്പാട് 31:13. The Lord that sanctifies us. हमें पवित्र करने वाला यहोवा. നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവം. और आठवां है എട്ടാമത്തേത് यहोवा इलियोन. യഹോവ ഏലിയോൻ. ALYON.
N ALYON, इलियोन, यहोवा इलियोन. യഹോവ എലിയോൻ. उत्पत्ति 14 का 18. ഉൽപ്പത്തി 14:18. The most high Lord, यहोवा सबसे ऊंचा. उसके लिए हिंदी में क्या बोला है? चौदह का 18 प्रधान ईश्वर करके लिखा है. प्रधान ईश्वर യഹോവ इलियोन, എലിയോൻ എന്ന വാക്കിന്റെ അർത്ഥം मोस्ट हाई. ഏറ്റവും ഉന്നതങ്ങളിൽ വസിക്കുന്നവനായ ദൈവം. या नौवा नाम है 9ാമത്തേത് यहोवा ज़बाओत. യഹോവ ജബാവൂത്ത്. ZEBAOTH, ZEBAOTH, याहुवे या यहोवा ज़बाओत. യഹോവ ജബാവൂത്ത്. लॉर्ड ऑफ होस्ट, सेनाओं के यहोवा. സൈന്യങ്ങളുടെ യഹോവ. करीब 200 बार पुराने नियम में यह नाम है. ഏകദേശം 200 പ്രാവശ്യം പഴയ നിയമത്തിൽ ഇത് കൊടുത്തിട്ടുണ്ട്. पहला सामुएल 1:3 में लिखा है. 1 ശമൂവേൽ 1:3 ഇത് കൊടുത്തിരിക്കുന്നു. तो ये जो 9 नामों में ഈ 9 പേരിൽ 8 बात भजन संहिता 23 में है. 8 പേരുകൾ സങ്കീർത്തനം 23 കൊടുത്തിരിക്കുന്നു. वो मैं जल्दी बोलकर समाप्त करूं. അത് പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുവാൻ താല്പര്യം. पहला वचन, 1ാമത്തെ വാക്യം, The Lord is my shepherd, यहोवा मेरा चरवाहा है. യഹോവ എൻ്റെ ഇടയൻ, यहोवा रोही. യഹോവ റോഹി. उसी वचन में I shall not want, मुझे कोई घटी ना होगा, यहोवा ईरे. യഹോവ ഇരേ, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. दूसरा वचन, वो हमें सुखदाई जल की ओर ले चलता है. वो सारी बातें हैं, मतलब शांति देने वाला यहोवा शालो. രണ്ടാമത്തേത് യഹോവ ഷാലോം, സമാധാനം തരുന്ന ദൈവം. तीसरे वचन में वो मेरी प्राण को He restoreth my soul. तीसरा वचन है ना, हिंदी में 4 है क्या? वो मेरी जी में जी ले आता है, यहोवा रोफेका. യഹോവ റോഫേക്ക, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. तीसरा ही वचन में फिर से है पूना कि मतलब वो धार्मिकता की मार्ग पर हमारे अगुवाई करता है. वो है यहोवा जिदकेनु. 3ാമത്തെ വാക്യത്തിൽ വീണ്ടും യഹോവ സിഡ്കേനു, നമ്മെ നീതിപാതകളിൽ നടത്തുന്നു. चौथा वचन में है यू आर विथ मी, आप तू मेरा साथ रहता है. 4ാമത്തെ വാക്യത്തിൽ നീ എന്നോട് കൂടെ ഇരിക്കുന്നു. शायद वो मैं भूल गया बीच में कहीं. यहोवा शम्मा है. യഹോവ ഷമ്മ. या मैंने जो एक नाम नहीं दे पाया शायद आपको, है ना? हाँ, वो मैंने बोला नहीं था. यहोवा शम्मा. कल की बाइबल क्लास में भी मैंने वो बताया था. ഇന്നലത്തെ ബൈബിൾ സ്റ്റഡിയിൽ ഇത് പറയുകയുണ്ടായി. यहोवा शम्मा, യഹോവ ഷമ്മ. परमेश्वर वहां रहेगा. യഹോവ അവിടെ ഇരിക്കും. वो परमेश्वर की उपस्थिति को दर्शाता है. അത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ കാണിക്കുന്നു. तू मेरा साथ रहता है. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. या 5वां पद में है 5ാമത്തെ വാക്യത്തിൽ शत्रुओं के सामने हमारे लिए मेज बिछाता है, वो यहोवा निसी है. യഹോവ നിസി, ശത്രു കാണുക എനിക്ക് വിരുന്നൊരുക്കുന്നു. और उसके बाद कहा അതിനുശേഷം तू मेरा सिर को अभिषेक करता है ना, എന്റെ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. वो है यहोवा मकादेश. അതാണ് യഹോവ മഖദേശ്. प्यारो, ये सारी बातें मिलाकर हम यीशु मसीह में देखते हैं. इसीलिए मसीह ने कहा मैं हूं. ഈ എല്ലാ പേരുകളും യേശു ക്രിസ്തുവിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് ഞാൻ ആകുന്നു. आज हमारे परमेश्वर कौन है, जरा पहचाने. നമ്മുടെ ദൈവം ആരാണെന്ന് നമുക്ക് ഇന്ന് തിരിച്ചറിയാം. हमारे पिता कौन है, पहचाने. നമ്മുടെ പിതാവ് ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാം. अगर इतना महान है हमारे पिता, तो हम कितने भाग्यशाली हैं. നമ്മുടെ പിതാവ് ഇത്രയും വലിയവനാണെങ്കിൽ നാം എന്ത് ഭാഗ്യമുള്ളവരാണ്. हमारी चमड़ा, हमारी पढ़ाई, हमारे खानदान, हमारी और किसी बात नहीं, हमारी औकात, परंतु जो हमारे पिता है
जिसने हमें बुलाया वो ही हमारा सब कुछ है। നമ്മുടെ ജാതിയോ നമ്മുടെ വർണ്ണമോ നമ്മുടെ വർഗമോ ഒന്നുമല്ല, എന്നാൽ യഹോവ നമ്മുടെ പിതാവായിരിക്കുന്നു. അതാണ് നമ്മുടെ അഭിമാനം. He is the great I am. അതാണ് അവനാണ് നമ്മുടെ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞവൻ. प्रभु यीशु ने कहा मैं हूँ, യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ ആകുന്നു. वो ही हमारे साथ है। അവനാണ് നമ്മളോടൊപ്പം ये ഉള്ളത്. पूरा सप्ताह और जिंदगी भर ये हमारे संग ഈ रहे। ഒരാഴ്ച മുഴുവനും നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെയും നമ്മോട് കൂടെയിരിക്കും. ये पूरा 9 मतलब हम यीशु के द्वारा अपनाए इस सौभाग्य अनुभवों में आगे बढ़े। ഈ 9 അർത്ഥങ്ങളും യേശുവിലൂടെ നമുക്ക് അനുഭവിച്ച് അതിനുള്ള സൗഭാഗ്യം നമുക്കുണ്ടാകട്ടെ. शीघ्र ही मसीह हमें लेने आता है। യേശു ക്രിസ്തു നമ്മെ ചേർത്തുകൊള്ളുവാനായി എത്രയും പെട്ടെന്ന് വരുന്നു. तब यहोवा शम्मा पूरा हो जाएगा। അന്ന് യഹോവ ഷമ്മ എന്ന പേര് हम പൂർത്തിയാകും. परमेश्वर के साथ, നാം ദൈവത്തോട് കൂടെ, प्रभु हमारे साथ ദൈവം നമ്മോടും കൂടെ. उस आशा में पवित्र जीवन बिताएं। इन वचनों के द्वारा परमेश्वर हमें आशीष दे। ആ പ്രത്യാശയിൽ വിശുദ്ധ ജീവിതം കഴിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. आइए हम